അപ്പോൾ നമുക്കിനി ഫസ്റ്റ് മൊഡ്യൂളാണ് എടുക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളും കൂടിയും കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ വിചാരിക്കണ പോലെ കുറേ ലെങ്തി ആയിട്ടൊന്നുള്ളതല്ല, ചെറിയൊരു മൊഡ്യൂളാണ്. പക്ഷേ കംപ്ലീറ്റ് തിയറിയാണ്, അതായത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ഫുള്ള് തിയറിയാണ്. ഞാനിങ്ങനെ വായിച്ചത്, ശരിക്കും ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ പറയണമെന്നുള്ളൂ. അപ്പോൾ ഞാനും ജസ്റ്റ് വായിച്ച് വിടാൻ തന്നെ ഉള്ളൂ, അത്ര തന്നെ ഉള്ളതിൽ ചെയ്യാനുള്ളതുള്ളൂ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഇതിൽ പറയുന്നത്, നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ യൂണിയൻ ലിസ്റ്റിൻ്റെ പവേഴ്സ് വരുന്നത്, അതായത് ദ പവർ ടു മേക്ക് ലോസ് വിത്ത് റെസ്പെക്ട് ടു എനി ഓഫ് ദ മാറ്റേഴ്സ് എന്യൂമറേറ്റഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റിന്, അത് ആർക്കാണ് ആ പവർ ഉള്ളത്? പാർലമെൻറ്റ് ഹാസ്. പാർലമെൻറ്റിലാണ് യൂണിയൻ ലിസ്റ്റിൽ പവർ വരുന്നത്, ആർട്ടിക്കിൾ 246 പ്രകാരം. പിന്നെ അതേപോലെ ഇത് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഹാവ് സിമിലർ പവർ വിത്ത് റെസ്പെക്ട് ടു മാറ്റേഴ്സ് എന്യൂമറേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പവർ വരുന്നത് ആർക്കാണ്? ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. പിന്നെ ബോത്ത് ദ പാർലമെൻറ്റ് ആൻഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഹാവ് സിമിലർ പവർ വിത്ത് റെസ്പെക്ട് ടു മാറ്റേഴ്സ് എന്യൂമറേറ്റഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ പാർലമെൻറ്റിനും ലെജിസ്ലേറ്റേഴ്സിനും എന്തുണ്ട്? സിമിലർ പവറാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ദ യൂണിയൻ ലിസ്റ്റ് ഇൻക്ലൂഡ്സ് ഡിഫൻസസ്, റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, കറൻസി ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച്, ബാങ്കിങ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിത്ത് ഫോറിൻ കൺട്രീസ്, മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻസ്, സെൻസസ്, ഇൻകം ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, കസ്റ്റംസ് എക്സെട്ര. അതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെ ലിസ്റ്റിൽ എവിടെയൊക്കെ കിടക്കുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. The matters included in the union list, statistics are to be collected by government of India. അപ്പോൾ statistics are to be collected by government of India. The state list includes public health, agriculture, livestock, irrigation, forests, fisheries, state taxes and duties. And the concurrent list includes vital statistics, economics and social planning, trade unions, price control, industrial labor disputes, labor welfare, social insurance, etc. അപ്പോൾ ഇത്രയും, അതായത് ഓരോ ലിസ്റ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും അതുമായിട്ട് ബന്ധപ്പെട്ടതും ഓരോ ലിസ്റ്റിൽ അതിൻ്റേതായ ഒരു പാർട്ടുകൾ കിടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദ സ്കോപ്പ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് വൈഡൻഡ് ഇൻ 2 ways ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. റീസെൻറ്റ് ഇയേഴ്സായിട്ട് 2 വേസിലാണ് ഇതിൻ്റെ സ്കോപ്പ് എന്താ പറയുന്നത് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ദെയർ കവറേജ് ഹാസ് ഇൻക്രീസ്ഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ആൻഡ് സെക്കൻഡ്ലി ദ നമ്പർ ഓഫ് ഐറ്റംസ് ഓൺ വിച്ച് ഡാറ്റ ആർ കളക്റ്റഡ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക സ്കോപ്പ് ഇപ്പോൾ കൂടുതലാണ്. ഇനി റിഗാർഡിങ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ, അപ്പോൾ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എ ലോങ് ടൈം ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വാസ് ഹൈലി സെൻട്രലൈസ്ഡ് വിത്ത് ദ ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കൽക്കട്ട. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു. ലേറ്റർ ദ സെൻട്രലൈസ്ഡ് സിസ്റ്റം വാസ് ഫൗണ്ട് ടു ബി ഇൻഅഡിക്വേറ്റ്. അപ്പോൾ അത് ഇൻഎഡ്യൂക്കേറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ, ടു മീറ്റ് ദ നീഡ്സ് ഓഫ് അഡ്മിനിസ്ട്രിങ് ആൻ എക്കോണമി വിച്ച് ഹാഡ് കം ടു ബി ലാർജർലി കൺട്രോൾഡ്. അപ്പോൾ അവിടെ ഇൻഎഡ്യൂക്കേറ്റ് ആണെന്ന് കണ്ടപ്പോൾ ഇതെന്തായി, അപ്പോൾ നീഡ് വാസ് ഫെൽറ്റ് ഓഫ് കളക്ടിങ് സെവറൽ ടൈപ്സ് ഓഫ് ഡാറ്റ ദാറ്റ് വെർ നോട്ട് ബീയിങ് കളക്റ്റഡ് ബൈ DGCI ആൻഡ് എസ്. DGCI ആൻഡ് എസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ഫുൾ ഫോമാണ്? ഷോർട്ട് ഫോമാണ് ഡയറക്ടർ ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൻ്റെ അതെവിടെയാണ്? കൽക്കട്ടയിലാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് DGCI ആൻഡ് എസ്. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് ഫോമുകളൊക്കെ പഠിച്ചു വെക്കണം, അതൊക്കെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതിന് എല്ലാ ഡാറ്റയും കൂടി കളക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ഇൻഅഡിക്വേറ്റ് ആയി. അപ്പോൾ എന്താ ചെയ്തത്? ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം വാസ് ദെർഫോർ ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ചെയ്തു. അറ്റ് ദ സെൻറ്റർ ദ റിസൾട്ട് in the establishment of statistical units in the different ministries of the government for collecting statistics related to their subject matter. അപ്പോൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ ഓരോന്നിനെയും ഏൽപ്പിച്ചു. A few organizations have been specially set up for the collection and compilation of data, like Office of the Registrar General, Industrial Statistics,
wing of Central Statistical Organization, Labor Bureau, National Sample Survey and the Directorate of Economics and Statistics. അങ്ങനെ ഓരോന്നിനെ ഏൽപ്പിച്ചു. In the state also, the statistical organization is of the decentralized type. അപ്പോൾ സ്റ്റേറ്റിലും ഡീസെൻട്രലൈസ്ഡ് ടൈപ്പാണ്, വിത്ത് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ് ആസ് ദ കോർഡിനേഷൻ ഏജൻസീസ്. അപ്പോൾ കോർഡിനേഷൻ ഏജൻസീസ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ്. They operate through district statistical offices and maintain license with the CSO to achieve all Indian coordinations. അപ്പോൾ എന്താ, ദേ ഓപ്പറേറ്റ് ത്രൂ ഡിസ്ട്രിക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സ്. അപ്പോൾ ഡിസ്ട്രിക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുമായിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് സ്റ്റേറ്റിൽ നടക്കുന്നത്. ഇനി അതേപോലെ അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിടാനേ ഉള്ളൂ, അങ്ങനെ ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓർ അതിനെ തന്നെ നമ്മൾ എന്താ പറയുക, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഈ എന്താ പറയുക, സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ദേ ഓപ്പറേറ്റ് ത്രൂ ഡിസ്ട്രിക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മെയിൻറ്റെയിൻ ലിയസോൺ വിത്ത് ദി CSO ടു അച്ചീവ് ഓൾ ഇന്ത്യ കോർഡിനേഷൻ. അപ്പോൾ CSO എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ്. അപ്പോൾ അതുമായിട്ട് ഒരു ലിയസൺ എന്ന് പറഞ്ഞാൽ ബന്ധം, ആ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാം ടു അച്ചീവ് ഓൾ ഇന്ത്യ കോർഡിനേഷൻ. ഓൾ ഇന്ത്യ കോർഡിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി എന്താ പറയുക, ഡിസ്ട്രിക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസേഴ്സുമായിട്ട് അതിലൂടെയാണ് ഈ സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ് ഇത് നടത്തുന്നത്. ഇനി അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇതിൻ്റെ ഷോർട്ട് ഫോം MOSPI. അപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇൻ വ്യൂ ഓഫ് ദ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്ലാനിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് development, Government of India constituted the Department of Statistics in 1961. അപ്പോൾ 1961 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി കറൻ്റ്ലി ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് കോൾഡ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ആദ്യമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരുന്നു, അതിപ്പോൾ വിളിക്കുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, അതായത് MOSPI. അപ്പോൾ MOSPI ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദ വേരിയസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഏജൻസീസ്. അപ്പോൾ MOSPIയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? കോർഡിനേഷൻ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി വേരിയസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഏജൻസീസ്. അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ഏജൻസീസിൻ്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ കോർഡിനേഷൻ, സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ് ഇൻ കണക്ഷൻ വിത്ത് ദ കളക്ഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് issue of general directions to secure the necessary statistics for successful planning and policy formulation. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഒന്ന് നോക്കി വെച്ചോളൂ. പിന്നെ MOSPI ഹാസ് 2 വിങ്സ്, വൺ റിലേറ്റിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിന് 2 വിങ്സ് ഉണ്ട്, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതും അതർ ഈസ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, ഒന്ന് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. ദ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് കോൾഡ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് വിങ്ങിനെയാണ് എന്ത് വിളിക്കുക? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അതിനെയാണ് NSO എന്ന് പറയുന്നത്. കൺസിസ്റ്റ്സ് ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, ദ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ആൻഡ് ദ കമ്പ്യൂട്ടർ സെൻറ്റർ. അപ്പോൾ ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഉണ്ട്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ട്, CSO, ദ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO ആൻഡ് ദ കമ്പ്യൂട്ടർ സെൻറ്റർ. ദ പ്രോഗ്രാം ഇംപ്ലിമേഷൻ വിങ് ഹാസ് 4 ഡിവിഷൻസ്. അപ്പോൾ ഇതിന് 3 ഡിവിഷൻസ് ആണുള്ളത്. NSOക്ക് 3 ഡിവിഷൻസ്, CSO, NSSO, കമ്പ്യൂട്ടർ സെൻറ്റർ. പിന്നെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ 4 ഡിവിഷൻസ്, നെയിംലി 20 പോയിൻ്റ് പ്രോഗ്രാം ഡിവിഷൻ, ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ഡിവിഷൻ, പ്രോജക്റ്റ് മോണിറ്ററിംഗ് ഡിവിഷൻ ആൻഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഡിവിഷൻ, MPLAD. അങ്ങനെ അതിൻ്റെ 4 ഡിവിഷൻസ്. ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, വിച്ച് ഈസ് എ പ്രീമിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസീവ്സ് ബഡ്ജറ്ററി സപ്പോർട്ട് ഫ്രം ദി MOSPI. അപ്പോൾ MOSPIൻ്റെ ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ISI. ഇനി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതിലുള്ള റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ്.
റീസെൻ്റ്ലി ദ ഗവൺമെൻറ് ഹാസ് അപ്രൂവ്ഡ് ദ merger ഓഫ് NSSO വിത്ത് CSO. അപ്പോൾ NSSO വിത്ത് CSO ആയിട്ടുള്ള mergingന് അപ്രൂവ് ചെയ്തു അണ്ടർ ദ MOSPI ഇൻ മെയ് 2019. അപ്പോൾ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ആണിത്. ദ റീസ്ട്രക്ചറിങ് ഈസ് ഇൻ ലൈൻ വിത്ത് ദി പ്രൊപ്പോസ്ഡ് policy and official statistics which was floated last year. Now onwards, both NSSO and CSSO will be treated as being under a single entity called the National Statistical Organization. അപ്പോൾ ഈ NSSO CSSO കൂടി നമ്മളൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അതിനെയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ NSO. This is to streamline and strengthen the present nodal function of MOSPI with respect to Indian official statistics system by integrating its administrative functions within the ministry. The data processing division of NSSO is now renamed as Data Quality Assurance Division. Data Quality Assurance Division ആണ് NSSOൻ്റെ ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ ഇപ്പോൾ പേര്. The Field Operation Division FOD of the present NSSO will be subordinate office of the MOSPI and all other divisions of present CSO and NSSO and administration wing to exist as the division of ministry. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു വിടാനുള്ളൂ. അപ്പോൾ അതിലുള്ള ഷോർട്ട് ഫോമുകളൊക്കെ നോക്കി വെക്കുക. ഞാനതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമുകളൊക്കെ നോക്കി വെക്കുക. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇതൊന്ന് ക്വസ്റ്റ്യൻസ് വരിക. ജസ്റ്റ് വായിച്ചു വിടാൻ തന്നെ ഉള്ളൂ. നമ്മൾ വായിച്ച് ഇങ്ങനെ മലയാളത്തിൽ അർത്ഥം പറയണതിൽ ഒരു ഇതില്ലാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അടുത്തത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതായത് CSO. അപ്പോൾ ഫോമർലി നോൺ ആസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അത് ഓഫീസിന് ഇപ്പോൾ പുതിയ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. അത് എപ്പോഴാണ് സെറ്റ് ചെയ്തത്? മെയ് 1951 as a central office to coordinate the activities of individual statistical agencies created under the different ministries of the government of India. അപ്പോൾ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പല മിനിസ്ട്രീസും ൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് അതിൻ്റെ കീഴിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസൊക്കെ ക്രിയേറ്റ് ചെയ്ത ആ ആക്ടിവിറ്റീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ്സ് അതർ ഫങ്ഷൻസ് ആർ to coordinate the statistical work of the ministries with a view of eliminating unnecessary duplications. അപ്പോൾ മിനിസ്ട്രീസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ടു ഡെവലപ്പ് ഡെഫിനിഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ടു സെർവ് ആസ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ടു അഡ്വൈസ് ദ മിനിസ്ട്രീസ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ്. ടു അണ്ടർടേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് റിലേറ്റിംഗ് ടു പ്ലാനിങ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഫങ്ഷൻസ് ആണ്. വേറെയുണ്ട്. ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് ട്രെയിനിങ് കോഴ്സസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ബോത്ത് ദോസ് ഇൻ ഗവൺമെൻറ് സർവീസ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. പിന്നെ ടു എസ്റ്റിമേറ്റ് ദ ആനുവൽ നാഷണൽ ഇൻകം ആൻഡ് അണ്ടർടേക്ക് റിസർച്ച് ഇൻ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതിയാവും. ഇതൊന്ന് വായിച്ചാൽ മനസ്സിലാവാത്തതൊന്നുമല്ല, ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല. ഇനി അടുത്തത് അതിൻ്റെ ഡിവിഷൻസ്. CSOൻ്റെ ഡിവിഷൻസ് അതൊക്കെയാണ്: നാഷണൽ അക്കൗണ്ട്സ് ഡിവിഷൻ, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ, കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഇനി NSSO, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അത് നമ്മൾ പറഞ്ഞതാണ്. അതിപ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഓഫീസ് കമ്മിങ് അണ്ടർ MOSPI. It was established in 1950 by the Doyen of Statistics Professor P.C. Mahalanobis. അപ്പോൾ PC Mahalanobis ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950. ഫങ്ഷൻസ് ഓഫ് NSSO എന്തൊക്കെയാണ്? ഇറ്റ് കണ്ടക്ട്സ് സോഷ്യോ എക്കണോമിക് സർവേസ് ഇൻ വേരിയസ് സബ്ജക്ട്സ് ലൈക്ക് എംപ്ലോയ്മെൻറ്റ്, കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, ഹെൽത്ത്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് മെഡിക്കൽ സർവീസസ് എക്സെട്ര. അപ്പോൾ സർവേഴ്സൊക്കെ നടത്തുന്നുണ്ട്. ഇറ്റ് ഡിസൈഡ്സ് എ ടോപ്പിക്സ് ടു ബി കവേർഡ് ഇൻ എ പെർട്ടിക്കുലർ സർവേ ഫൗണ്ട്. ഇറ്റ് കണ്ടക്ട്സ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എവറി ഇയർ. It gives every year reports on estimation of agricultural production in India. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് പറയുന്നത് CSO, MOSPI, പിന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന CSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഷോർട്ട് ഫോമുകളൊക്കെ പഠിക്കുക, ഡിവിഷൻസ് പഠിക്കുക, പിന്നെ അതിൻ്റെ ഫങ്ഷൻസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററും കൂടി ഈ വീഡിയോയിൽ തന്നെ പറയാം. കാരണം അതും ഇങ്ങനെ തിയറി വായിച്ച് വിടാനുള്ളതേ ഉള്ളൂ. അതിലും കുറേ സംഭവങ്ങൾ, ചെറിയ സാധനങ്ങൾ നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം.
But the Indian statistical system functions within the overall administrative setup of country. India has a federal structure of government. അപ്പോൾ ഇന്ത്യ ഫെഡറൽ സ്ട്രക്ചറാണ്. The division of responsibility for administration between the union government and the state government is on the basis of threefold classification of all subjects, namely the union list, the state list, and the government can operate. The subject statistics is in the concurrent list. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ വരുന്നത്? കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ആദ്യം 3 ലിസ്റ്റിൽ പറഞ്ഞു, അതിൽ വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. There is a further division of responsibility by subjects or groups of subjects among the different ministries, department of the union government and among the different governments on the basis of their administrative functions. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിൻ്റെ ഇതിൽ ഫർദർ ഡിവിഷൻ ഉണ്ട്. In accordance with this structure, the Indian statistical system is largely decentralized both horizontally as well as vertically with the elements of central supervision. അപ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ചെയ്തു. All India large-scale statistical operations such as population census, economic census, agricultural census, and nationwide sample surveys, including annual survey of industries and the socio-economic surveys, as well as compilation of macro economic aggregates like national accounts, all India price indices and industrial production are മെയിൻലി സെൻട്രൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൻട്രൽ ആക്ടിവിറ്റികളാണ്, സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വിത്ത് സബ്സ്റ്റാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഏജൻസീസ് ഇൻ ഡാറ്റ കളക്ഷൻ. അപ്പോൾ ഡാറ്റ കളക്ഷനിൽ സ്റ്റേറ്റ് ഏജൻസീസിന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് പറഞ്ഞത്. ഇനി ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആൾസോ കളക്ട് ആൻഡ് ജനറേറ്റ് ഡാറ്റ ഓഫ് എ നമ്പർ ഓഫ് വേരിയബിൾസ്. അവരും ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. The central government acts as the coordinating agency for presentation of statistics on an all-India basis, even in fields where the states have the primary authority and responsibility for collection of statistics. അപ്പോൾ സ്റ്റേറ്റ്സിന് പ്രൈമറി അതോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് ആണ് ഒരു കോർഡിനേറ്റിംഗ് ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ചില കേസുകളിൽ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ നോഡൽ ഏജൻസി ഫോർ ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് അറ്റ് ഓൾ ഇന്ത്യ ലെവൽ. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, അതായത് MOSPI നമ്മൾ പറഞ്ഞു, അതാണ് നോഡൽ ഏജൻസി ഫോർ ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസും. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെയും നോഡൽ ഏജൻസി എന്ന് പറയുന്നത് MOSPI ആണ്. ദ സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് DES. സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് DES. അപ്പോൾ ക്യാരി ഔട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കോർഡിനേഷൻ ഓഫ് ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ DESഉം ആൻഡ് കീപ്പിംഗ് ലൈസോൺ വിത്ത് ദി MOSPI ഫോർ ദ പർപ്പസ് ഓഫ് കോർഡിനേഷൻ ഓഫ് ഓൾ ഇന്ത്യ ലെവൽ. അതായത് MOSPIയുമായിട്ടൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്, കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള അതും കൂടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർ മെയിൻറ്റെയിനിങ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ അറ്റ് ദ സെൻറ്റർ. The Ministry of Statistics and Program Implementation is the nodal agency for planning and facilitating the integrated development of the statistical system in the country. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, MOSPI ആണ് അതിൻ്റെ നോഡൽ ഏജൻസി എന്നുള്ളത്. And to lay down norms and standards in the field of official statistics, evolving concepts, definitions, classifications and methodologies of data collection, processing and release of results. The ministry has two wings, one relating to statistics and other is program. അത് നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞതാണ്. ദ സ്റ്റാറ്റിസ്റ്റിക്സ് വിങ് കാൾഡ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് NSOCS. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ അല്ലേ. ദ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ 4 വിങ്സ് ഉണ്ട്, 20 അത് പറഞ്ഞതാണ്. പിന്നെ ആൻഡ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡിവിഷൻ. ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞതാണ്. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതും അതിൻ്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുള്ളൂ. ദ CSO ഹെഡഡ് ബൈ എ ഡയറക്ടർ ജനറൽ. അപ്പോൾ അതിനൊരു ഹെഡ് ഉണ്ട്, ഡയറക്ടർ ജനറൽ എന്ന് വിളിക്കും. കൺസിസ്റ്റ്സ് ഓഫ് 4 ഡിവിഷൻസ്. അത് നമ്മൾ പറഞ്ഞു 4 ഡിവിഷൻസ് ഉണ്ട്. നാഷണൽ അക്കൗണ്ട്സ് ഡിവിഷൻ അത് പറഞ്ഞു, NAD, ദ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ ESD, ദ സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിവിഷൻ is SSD and the training division. The CSO has an industrial statistical office, is responsible for coordination of statistical activities in the country and for evolving and maintaining statistical standards. Its activities include national income accounting, അതിൻ്റെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കുക, നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, കണ്ടക്ട് ഓഫ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്, എക്കണോമിക് സെൻസസസ് ആൻഡ് ഇറ്റ്സ് ഫോളോ അപ്പ് സർവേസ്,
compilation of index industrial production as well as consumer price indices, gender statistics, imparting training on official statistics, 5-year plan work relating to development of statistics in the state and union territories, dissemination of statistical information, work relating to trade, energy, construction and environment statistics, revision of national industrial classification etc. അപ്പോൾ ഇതൊക്കെ ഈ CSOൻ്റെ എന്താ പറയുക അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഇനി അടുത്തത് നാഷണൽ അക്കാഡമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതെന്താ നോക്കാം. അപ്പോൾ നാഷണൽ അക്കാഡമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഫുൾ ഫോം NASA, established in February 2009, is a premier institute fostering human resource development in official statistics at national and international level. The academy confronted with the challenges of keeping the statistical workforce abreast with the dynamics of evolving socio-economic environment and the technological advances, has been continuously striving not only to develop curriculum but also to implement effective ഡെലിവറി മെക്കാനിസംസ് ബൈ ഫോക്കസിങ് ഓൺസ് പെഡഗോഗി. അതൊരു നാഷണൽ അക്കാഡമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പം അതിലുള്ള അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ പറഞ്ഞത്. അതായത് the academy confronted with the challenges of keeping the statistical workforce abreast with the dynamics of evolving socio-economic environment and technological advances, has been continuously striving not only to develop curriculum but also to implement effective delivery mechanisms by focusing on its pedagogy. അതിൽ ചെയ്യുന്ന ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി അതുപോലെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. NSS functions under overall direction of a steering committee with requisite independence and autonomy in the matter of collection, processing and publication of NSS data. In addition to the non-official chairman, the steering committee is composed of academicians, data users from central and state government departments and senior officers of the ministry. The NSSO is headed by the Director General and Chief Executive Officer. അപ്പോൾ അവിടെ NSSO is headed, അതിൻ്റെ ഹെഡ് ആരാണ്? ഡയറക്ടർ ജനറൽ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, രണ്ടുപേരുണ്ട്, DG and CEO, who is also the member secretary of the steering committee. Member secretary of steering committeeൻ്റെ member secretary of steering committee കൂടിയാണ്. The National Sample Survey Office NSSO carries out socio-economic surveys, undertakes field work for the annual survey of industries and follow-up surveys of economic census, sample checks on area enumeration and crop estimation surveys, and prepares the urban frames useful in drawing of urban samples, besides collecting of price data from rural and urban sectors. The major activities of the NSSO pertain to survey, design, field operations, processing of data collected and releasing of the results based on surveys. The major activities are computer center. The computer center handles the data processing jobs of the MOSPI, provides training to statistical personnel on software, maintains the MOSPI's website and the National Data Warehouse of Official Statistics. Coordination and Administration Division CAD. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ ഡിവിഷൻസ് പറഞ്ഞില്ല, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. The division is responsible for coordination for the National Statistical Office with its 2 attached offices, with the Central Statistical Office and the National Sample Survey Office. It is also responsible for coordination with the state government or state statistical agencies. അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ മതി, വെറുതെ ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, NSC. അപ്പോൾ നിങ്ങളിതിൽ ഷോർട്ട് ഫോമുകളൊക്കെ നോക്കുക, അതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്ര ചെയ്താൽ മതി. ത്രൂ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെസൊല്യൂഷൻ ഓഫ് 1st June 2005, ഗവൺമെൻറ് ഹാസ് സെറ്റ് അപ്പ് എ കമ്മീഷൻ, നെയിംലി ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ NSC, കൺസിസ്റ്റിംഗ് ഓഫ് എ പാർട്ട് ടൈം ചെയർപേഴ്സൺ. ഒരു പാർട്ട് ടൈം ചെയർപേഴ്സൺ ഉണ്ടാവും അതിൽ, ആൻഡ് 4 പാർട്ട് ടൈം മെമ്പേഴ്സ്, 4 മെമ്പേഴ്സ് വേറെ ഉണ്ട്, അപ്പോൾ മൊത്തം 5 മെമ്പേഴ്സ് ഉണ്ടാവും. ഓൺ ഈച്ച് ഫ്രം ദ ഫീൽഡ്സ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരാൾ, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, സെൻസസ് ആൻഡ് സർവേസ്,
ആൻഡ് നാഷണൽ അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. അതിനൊക്കെ ഓരോരുത്തരായിട്ട് ഓരോ ഫീൽഡിൽ നിന്നും ഓരോ ആൾക്കാർ. ദ സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ആൾസോ എ മെമ്പർ ഇൻ എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റി. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ സെക്രട്ടറി ഇതിൻ്റെ ഒരു മെമ്പർ, അതും ഒരു മെമ്പറാണ്, എക്സ് ഒഫീഷ്യോ കപ്പാസിറ്റിയിലുള്ള ഒരു മെമ്പറാണ്. ദ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യ സെർവ്സ് ആസ് ദ സെക്രട്ടറി ടു ദി NSA. അപ്പോൾ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക. ദ മാൻഡേറ്റ് ഓഫ് ദി NSC ഈസ് ടു serve as a nodal and empowered body for all core statistical activities of the country, to evolve, monitor and enforce statistical priorities and standards, and to ensure statistical coordination. ഇനി അടുത്തത് ലീഗൽ സപ്പോർട്ട് ഫോർ കളക്ഷൻ ഓഫ് ഡാറ്റ. ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് allocation of business rule 1961 as amended from time to time provides for the rules and responsibilities of the MOSPI. ഇപ്പോൾ റൂൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റ്സ് അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂൾ, ആ റൂളാണ്. ദ മെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് അണ്ടർ വിച്ച് ഡാറ്റ ഈസ് കളക്റ്റഡ് ബൈ ദി MOSPI ഈസ് ദ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008. അപ്പോൾ കളക്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008 ആണ് മെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട്. ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല, ഈ MOSPI ഡാറ്റ കളക്ട് ചെയ്യുന്നതിനുള്ള മെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആക്ട് 2008. ഡേറ്റുകളും ഓർമ്മിക്കുക കേട്ടോ, നമ്മൾ ഈ പറയുന്ന ഡേറ്റുകളൊക്കെ. ദി അതർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ട് ഫോർ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓൺ ഡെമോഗ്രാഫിക് ആസ്പെക്ട്സ് ഓഫ് പോപ്പുലേഷൻ ഇസ് ദ പോപ്പുലേഷൻ സെൻസസ് ആക്ട് 1948. അപ്പോൾ അതും വേറൊരു ആക്റ്റാണ്. വിച്ച് ഈസ് അഡ്മിനിസ്ട്രേർഡ് ബൈ ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓഫീസ് ഓഫ് ദി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, ഫങ്ഷനിങ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് ഫങ്ഷൻ ചെയ്യുന്ന. അപ്പോൾ ബിസൈഡ്സ് ദീസ് ടു ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ദർ ആർ നമ്പർ ഓഫ് ആക്ട്സ്. അപ്പോൾ ഇതിന് പുറമെ വേറെ ആക്ട്സുകളുണ്ട്. റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ബീയിങ് അഡ്മിനിസ്ട്രേറ്റഡ് by various administrative agencies on their subjects, through which statutory returns are collected by these ministries and or departments. These central ministries or departments. Besides the NSO at the center, most of the ministries or departments of the government of India have either statistical division or statistical cells for all the statistical activities of the ministry or department. അപ്പോൾ ഇതിൻ്റെ NSOൻ്റെ പുറമെ എല്ലാ ഓരോ മിനിസ്ട്രിക്കും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവർക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവിഷനോ അല്ലെങ്കിൽ ഒരു സെല്ലോ ഉണ്ടാവും. ദീസ് ഡിവിഷൻസ് ഓർ സെൽസ് ആർ മോസ്റ്റ്ലി മാൻഡ് ബൈ ഓഫീസേഴ്സ് ബിലോങ്ങിങ് to two organized central services, the Indian Statistical Services and the subordinate statistical services. അപ്പോൾ ഈ ഡിവിഷൻസ്, അപ്പോൾ ഈ ഡിവിഷനിലുള്ള ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ISSലും SSSലും ഉള്ള ആൾക്കാരാണ്. ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഇസ് ദ കാഡർ കൺട്രോളിംഗ് അതോറിറ്റി ഫോർ ബോത്ത് ദീസ് സർവീസസ്. അപ്പോൾ ഈ രണ്ട് സർവീസസിനുള്ള കൺട്രോളിങ് അതോറിറ്റി ആയിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അതിൻ്റെ ഒരു കൺട്രോളിങ് അതോറിറ്റി ആയിട്ട് വരുന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെ, വിച്ച് പ്രൊവൈഡ് അനദർ ലെയർ ഓഫ് കോർഡിനേഷൻ. Furthermore, these statistical divisions or cells are headed by senior level statistical functionaries of the ISS at the JAG SAG level for effective coordination with the NS. ഇവിടെ JAG പറഞ്ഞാൽ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ, SAG എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്. ഇവിടെ ലാസ്റ്റ് ടോപ്പിക് ഉള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ദ സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ്, അതാണ് UTS. The Directorates of Economics and Statistics DESS in the states or union territories act as the nodal agencies for coordination of all statistical activities in the states union territories. While most of the states or union territories have been formally declared by the state government as the nodal agencies on all statistical activities, a few though not yet formally declared, act as coordinating agency on statistical matters in the state or union territory. Most of the states or union territories have district statistical offices. ഇപ്പോൾ ഡിസ്ട്രിക്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസസ് ഉണ്ടാവും കൂടുതൽ സ്റ്റേറ്റ്സിനും.
which act as the field officers of the DSS for collection or compilation of statistical data in the districts. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ വൈസായിട്ട് അത് കളക്ട് ചെയ്യും. The DSS perform almost the same function in the states or union territories as the NSO at the center which. അപ്പോൾ NSO സെൻറ്ററിൽ ചെയ്യുന്ന അതുപോലത്തെ ഉള്ളൊരു ആക്ടിവിറ്റി ഫംഗ്ഷൻ തന്നെയാണ് DSS ചെയ്യുന്നത്, സ്റ്റേറ്റിൽ ചെയ്യുന്നത്. അതായത് നെയിംലി ബ്രിങ്ങിങ് ഔട്ട് സം കീ സ്റ്റാറ്റിസ്റ്റിക്സ്, കോർഡിനേഷൻ വിത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ്, ഡിസമിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാനേ ഉള്ളൂ. അപ്പോൾ ഇതിലുള്ള ഷോർട്ട് ഫോമുകളും കാര്യങ്ങളും ഇയേഴ്സ് പിന്നെ ആക്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. അതിൻ്റെ നോട്ട് ചെയ്ത് വെക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ട് തരണ്ട്, അതും കൂടി ഒന്ന് നോക്കിയാൽ മതി. വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് വിടാനുള്ളൂ. ഇത് വായിച്ച് ഇങ്ങനെ അർത്ഥം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് ഇങ്ങനെ ചില പോയിന്റ് മാത്രം പറഞ്ഞു വിടുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.